ടാസ്ക് കഴിഞ്ഞിട്ടുള്ള ചർച്ചകളിലാണ് ആദില, നൂറ, ഷാനവാസ്, അനീഷ് ഒന്നും മിണ്ടുന്നില്ല. ഷാനവാസും നൂറയും കൂടി ഇരുന്ന് പറയുകയാണ്, ആദ്യം ഫിനിഷ് ചെയ്തിറങ്ങിയതിൻ്റെ ആ ഒരു സന്തോഷം അനുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു, മുഖത്തും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നത്തെ ട്രിപ്പ് ഓരോരുത്തരും ഫിനിഷ് ചെയ്ത് പെട്ടെന്ന് വന്നപ്പം അവൾക്ക് ടൈമിങ്ങിൻ്റെ ഇത് വെച്ച് നോക്കിയപ്പോൾ അവിടെ സന്തോഷം അങ്ങ് പോയി. അവളതുകൊണ്ട് അവിടെ മാറി കിടപ്പുണ്ടെന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ട് ഇവർ. എന്നിട്ട് നൂറ പറയാണ്, എത്ര ഹരിച്ചാലും കുണിച്ചാലും ഒന്നും ആവത്തില്ലെന്നുള്ള രീതിയിൽ അത്രയും പറഞ്ഞിട്ട് അങ്ങ് നിർത്തി. നൂറ 3 പേര് പോയതിൽ ഏറ്റവും മുന്നേ ഫിനിഷ് ചെയ്തതിൻ്റെ ഒരു അഹങ്കാരം നൂറയുടെ മുഖത്തുനിന്ന് നമുക്ക് വായിച്ചെടുക്കാം. 3 പേര് ഞങ്ങൾ 3ആയിട്ടാണ് പോയതെന്ന് ആദില പറയുന്നുണ്ട്. ഫസ്റ്റ് അവൾ പോയി, സെക്കൻഡ് ഞാൻ പോയി, പിന്നെ നൂറ പോയെന്ന് പറയുന്നുണ്ട് ആദില. നിലവിൽ പോയിൻ്റ് കൂടുതലുള്ളത് ആര്യനും സാബുവിനും ആണെന്ന് പറയുന്നുണ്ട്. 4 മണിക്കൂറായപ്പോഴാണ് ഇന്നലത്തെ ടാസ്ക് ഫിനിഷ് ചെയ്തതെന്ന് ആദില പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇവൾ കൈ താഴത്തേക്ക് ഇട്ടിട്ട് റൂമിലേക്ക് പോയി. ഞങ്ങൾ അത് കഴിഞ്ഞാണ് സാബുവും ആര്യനും ഫിനിഷ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ശരിക്കും നമ്മളുടെ 30 വരെയുള്ള പ്രായത്തിലാണ് നമുക്ക് ടാസ്കും കാര്യങ്ങളും ആരോഗ്യപരമായിട്ടുള്ള ഏത് പ്രവൃത്തികളും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് അനീഷ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാലോ എന്ന് നൂറ ചോദിക്കുന്നുണ്ട് അനീഷിനോട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഫുട്ബോളേഴ്സിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, 18-19 അവർ സ്റ്റാർട്ട് ചെയ്താൽ അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ഡയറക്റ്റ് 30 ആകുമ്പോഴത്തേനും അവർ നിർത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ മനുഷ്യൻ്റെ എനർജി ഡൗൺ ആവുമെന്ന് ഷാനവാസ് പറയുന്നു. പിന്നെ വർക്കൗട്ടൊക്കെ ചെയ്ത് സ്റ്റാമിനയൊക്കെ കൂട്ടാം എന്നൊക്കെ പറയുന്നുണ്ട്. ഷാനവാസ് പറയുന്നത് കറക്റ്റാണ്. ചില എക്സെപ്ഷണൽ കേസുകളിൽ അങ്ങനെ ഉണ്ട്. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന എനിക്ക് 39 വയസ്സാണെങ്കിലും അതുപോലാണ് ഞാനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൂറ പറയുകയാണ്, എന്തൊരു തള്ളാപ്പാ നിങ്ങൾ ഈ തള്ളുന്നത്, ചുമ്മാതല്ല നിങ്ങളിരിക്കുന്ന ഊഞ്ഞാൽ നിങ്ങൾ തള്ളാതെ തന്നെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് നൂറ പറയുന്നു. ഭയങ്കര തള്ളാണെന്ന് ഷാനവാസും ആദിലയും പറയുന്നുണ്ട്.